ഹലോ എല്ലാവർക്കും പവർ ഓഫ് ഐറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അൽ ഹസൻ. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിൽ എത്ര % മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എന്ത് കിട്ടുന്നത്, IT അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എൻ്റെ മാർക്കിൻ്റെ കാര്യമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള 10ാം ക്ലാസ്സിലെ മാർക്ക് 4 വർഷങ്ങൾക്ക് മുമ്പ്. അത് 3 വിഷയങ്ങളിൽ A+ഉം 4 വിഷയങ്ങളിൽ Aയും 1 വിഷയത്തിൽ Bയും 2 വിഷയത്തിൽ Cയും ആയിരുന്നു. ഈ ഒരു മാർക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% എനിക്ക് എന്ത് കിട്ടും, 7 വിഷയങ്ങളുടെ മാർക്ക് നോക്കിയാൽ ഉറപ്പായിട്ടും എനിക്ക് നല്ലൊരു ട്രേഡിൽ അഡ്മിഷൻ കിട്ടും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കിൻ്റെ % കുറയുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, 7 വിഷയങ്ങളിൽ ഞാൻ നല്ല മാർക്കും 3 വിഷയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, മാർക്ക് കുറവാണ് മേടിച്ചിട്ടുള്ളത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ബാക്കി വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓക്കെ, അതായത് അന്ന് A+ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് കൂടുതൽ A+ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് 7 A+ എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. 7 A+ ഉറപ്പായിട്ടും മേടിക്കണമെന്നാണ് ഞാൻ എന്ത് ചെയ്തത്, കരുതിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മാത്സ് എന്ന് പറയുന്ന വിഷയം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം, അതുപോലെ തന്നെ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം, ഇത് 3നോടും എനിക്ക് എന്ത് ചെയ്തത്, ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഇത് 3ഉം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കെമിസ്ട്രി എനിക്ക് 8ൽ നല്ല ഇഷ്ടമായിരുന്നു. 9ഉം 10ഉം ആയപ്പം അത് പോയി. ഫിസിക്സ് എനിക്ക് 8ലും 9ലും തീരെ മോശമായിരുന്നു. 10ലായപ്പോൾ അത് നല്ല ഇഷ്ടമാവുകയും ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മലയാളം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 2 സബ്ജക്റ്റുകളുണ്ട്. ഇതെനിക്ക് എപ്പോഴും A+ കിട്ടുന്നതാണ്. ആൻഡ് IT ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലേ, അതിന് കമ്പ്യൂട്ടർ, അതിനെനിക്ക് എപ്പോഴും A+ കിട്ടും. അതും ഞാൻ എന്ത് ചെയ്തു, മാറ്റി വെച്ചു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു, 5 വിഷയങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് 5 സബ്ജക്റ്റുകൾ കൂടി എന്ത് ചെയ്താൽ മതി, 5 സബ്ജക്റ്റ് അല്ല, ഞാൻ എന്ത് ചെയ്തു, 6 സബ്ജക്റ്റുകൾ ഞാൻ മാറ്റി വെച്ചു. 6 സബ്ജക്റ്റുകൾ ഞാൻ ടോട്ടലായിട്ട് എന്ത് ചെയ്തു, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വെറും 4 സബ്ജക്റ്റ് കൂടി എന്ത് ചെയ്താൽ മതി, നന്നായിട്ട് പഠിച്ചാൽ മതി. ഈ 4 സബ്ജക്റ്റുകളായിരുന്നു ഏതൊക്കെയെന്ന് പറയുന്നത്, ഹിന്ദി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ഫിസിക്സ് എന്ന് പറയുന്നത്, ഫിസിക്സ് 10ലാണ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ബയോളജി എന്ന് പറയുന്നത്, ഇതിന് 4 ഈ 4ന് ഞാൻ A+ എക്സ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് കിട്ടിയത് A ഗ്രേഡാണ്. അങ്ങനെയാണ് 3 A+ഉം 4 Aയും ആകുന്നത്. പഠിക്കാത്ത വിഷയങ്ങളായിട്ടുള്ള മാത്സിനും ഇംഗ്ലീഷിനും കെമിസ്ട്രിക്കും എന്ത് പറ്റി, മാത്സിനും ഇംഗ്ലീഷിനും Cയും കെമിസ്ട്രിക്ക് Bയും കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. നമ്മുടെ ITക്ക് പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? അതെ, ഇംഗ്ലീഷ്, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്. ഓക്കെ, സെറ്റായില്ലേ? അതായത് ഞാൻ ഏത് വിഷയങ്ങളാണോ അവഗണിച്ചത്, അതേ വിഷയങ്ങളെ തന്നെയാണ് നമുക്ക് ITയുടെ അഡ്മിഷന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഓക്കെ, എനിക്ക് ആകെ ഫിസിക്സിന് A ഗ്രേഡ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ? കാരണം കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റിന്, മാത്സിനും ഇംഗ്ലീഷിനും കൂടിയിട്ട് C ആണ്, കെമിസ്ട്രിക്ക് എന്താണ്, B ആണ്. ഞാൻ അഡ്മിഷൻ കൊടുത്ത സമയത്ത് ഹൈ കോമ്പറ്റീഷനാണ് അഡ്മിഷന് വേണ്ടിയിട്ട്. ഇപ്പോഴും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിഗ്രി ഒക്കെ 4 വർഷം ആക്കിയതുകൊണ്ട് എല്ലാവരും IT അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ +2 ജയിച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്റ് ഉണ്ട്, 10 ജയിച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്റ് ഉണ്ട്, പിന്നെ NCC ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്പോർട്സ് കോഡ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കുക. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തരും. കൂടുതൽ മാർക്ക്, ഇൻഡെക്സ് പോയിൻ്റ് കിട്ടാൻ സഹായിക്കും. ഞാൻ ITക്ക് വെച്ചു, അഡ്മിഷന് വെച്ചു. അപ്പം നമുക്കിപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 7 വിഷയങ്ങളിൽ നല്ല മാർക്കും 3 വിഷയങ്ങളിൽ മാത്രം കുറവ് മാർക്കും ഉണ്ട് എന്നതിൽ പ്രസക്തിയില്ല. മറിച്ച് എൻ്റെ ഈ 4 വിഷയങ്ങൾ അഡ്മിഷന് കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഓക്കെ, ഹാൻഡ് റൈറ്റിങ് നോക്കല്ലേ.
അഡ്മിഷന് 100 ആളുകളാണ് അഡ്മിഷന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ 100 ആളുകളെക്കാളും എനിക്ക് എന്തുണ്ടെന്ന് വിചാരിക്കാം, മാർക്ക് കൂടുതലുണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ നോക്കുമ്പോൾ ഈ 100 ആളുകളെക്കാളും മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ഈ 100 ആളുകൾക്ക് എന്താണ്, ഈ 100 ആളുകൾക്ക് 4 A+, ദെൻ 6 D+ ആണ്. എനിക്ക് 3 A+, 4 Aയും 1 Cയും 2 Cയും 1 Bയും ആണെന്ന് വിചാരിക്കുക. സോ ദെൻ ഇവരെക്കാളൊക്കെ മിടുക്കനായിട്ട് ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ അഡ്മിഷൻ എന്ത് ചെയ്യും, ഇവർക്ക് ഈ 4 A+ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇവർക്കാണ് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഇത്തവണ നിങ്ങൾ അത്രയ്ക്കങ്ങ് ഇതാവണ്ട, A+ വേണമെന്നില്ല. സോ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4 വിഷയങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രേഡ് തന്നെ കിട്ടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് തന്നെ കിട്ടും. ഇനി ഞാൻ അപ്പോൾ ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. എനിക്ക് കിട്ടിയിട്ടുള്ള ട്രേഡുകൾ കുറച്ച് നോൺമെട്രിക് ട്രേഡുകളായിരുന്നു. അതായത് പ്ലംബർ, പ്ലംബർ, വെൽഡർ, പിന്നെന്താ പറയുക, ഡ്രസ്സ് മേക്കിങ്, ഇതൊക്കെയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിറ്റർ തന്നെ വേണമായിരുന്നു. പക്ഷേ എൻ്റെ മാർക്കിൽ ഫിറ്റർ കിട്ടാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പ്രൈവറ്റ് IT സെലക്ട് ചെയ്തു. അന്ന് കോവിഡ് ടൈം ആയിരുന്നു. ഞാൻ പറഞ്ഞു ഹൈ കോമ്പറ്റീഷനാണ്, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ മങ്ങുന്ന ഒരു കാര്യം, കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. സോ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പ്രൈവറ്റ് ITയിൽ കോവിഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് 53,000 രൂപയാണ് ഫിറ്ററിൻ്റെ ഫീസ് 2 വർഷം. ദെൻ ആ ITയിൽ മാത്രമാണ് 53,000 വന്നത്, ബാക്കി എല്ലായിടത്തും 64,000+ ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിലും മേളിൽ പ്രൈവറ്റ് ITയിൽ ഫീസ് വരാറുണ്ട്. ഓക്കെ, സോ അത് ഹൈറ്റുകൾക്കനുസരിച്ച് വ്യത്യാസം വരും. പ്രൈവറ്റ് ITയിൽ പോകുന്നെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് NCVT സർട്ടിഫിക്കറ്റാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇനി ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ല എന്ന് വേണ്ട, NCVT തന്നെ എടുക്കുക. ഓക്കെ, കമ്പയറിംഗ് ഒന്നും ചെയ്യുന്നില്ല, അത് പലർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ NCVT റെക്കമെൻഡ് ചെയ്യുന്നു. ഈ സർട്ടിഫിക്കറ്റിനെ തന്നെ എടുക്കുക പ്രൈവറ്റ് ITയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ. ദെൻ അടുത്ത കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എങ്ങനെയാണ് ഗവൺമെൻറ് ITയിൽ അഡ്മിഷൻ നോക്കാം. സോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് IT ഉണ്ടല്ലേ. സോ ഞാൻ 4 ITകൾ വെക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് കൂടുതൽ താല്പര്യം ചന്ദനത്തോപ്പ് IT ആണെന്ന് വിചാരിച്ചു, രണ്ടാമത് ചെങ്ങന്നൂരാണെന്ന് വിചാരിച്ചു, മൂന്നാമത് തേവലക്കരയാണെന്ന് വിചാരിക്കുക, നാലാമത് ചാത്തന്നൂരാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ ഒരു ക്രമപ്പെടുത്തി വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ 4 വിഷയങ്ങളിൽ A+ ഉണ്ട്. ഞാൻ പറഞ്ഞ 4 വിഷയങ്ങളിൽ A+ ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്. സോ നിങ്ങൾ 4 കോളേജിൽ വെച്ചാൽ നിങ്ങൾക്ക് 4 അഡ്മിഷൻ കിട്ടും. മീൻസ് ഓരോ കോളേജുകളും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കും. ഇതുവരെ അങ്ങനെയായിരുന്നു. ഓക്കെ, മീൻസ് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം അവിടെ സെലക്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുന്ന ട്രേഡ് ഏതായിരിക്കും എന്നറിയോ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, കോളേജ് നിങ്ങൾ ക്രമപ്പെടുത്തി വെക്കണ്ട. പക്ഷേ ഒരു കോളേജ് ഞാൻ എടുക്കുവാണ്, ഇപ്പം ചെങ്ങന്നൂർ ഞാൻ എടുത്തു. ഓക്കെ, അവിടെ എനിക്കിഷ്ടം ഫിറ്ററാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ഫസ്റ്റ് വൺ ഫിറ്റർ, രണ്ടാമത് എനിക്കിഷ്ടം ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ രണ്ടാമത് ഇലക്ട്രീഷ്യൻ, മൂന്നാമത് എനിക്കിഷ്ടം മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ മൂന്നാമത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, നാലാമത് ഡീസൽ മെക്കാനിക്. സോ അതൊരു അറേഞ്ച്മെൻറ്റിൽ ഇതൊക്കെ കോഡാണ് കേട്ടോ, FR, EL, MMB. അത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ പ്രത്യേകം വീഡിയോകളായിട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഫിറ്ററിനെ പറ്റിയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. മീൻസ് ഈ ഒരു ചാനൽ ഒരുപാട് വീഡിയോസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഫിറ്റർ നല്ല ട്രേഡാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല ട്രേഡാണ്. ഞാൻ ഫിറ്റർ എടുക്കാൻ കാരണം ആൾ ഓവർ ഇന്ത്യ മൊത്തത്തിൽ പരിശോധിച്ചാലും വിദേശ രാജ്യങ്ങളിലേക്ക് പരിശോധിച്ചാലും നല്ല വേക്കൻസി വരുന്നുള്ളത് കൊണ്ടാണ്. ലൈക്ക് ഇതുപോലെ തന്നെയാണ് എന്ത് വരുന്നത്, ഇലക്ട്രീഷ്യൻ ആയിരുന്നാലും മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആയിരുന്നാലും ഡീസൽ, എല്ലാ ട്രേഡുകൾക്കും സാധ്യതകളാണ്. ITയിൽ ഓരോ ട്രേഡുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. സോ ദെൻ വെൽഡർ എന്ന് പറയുന്ന ട്രേഡ് അതിന് ഇപ്പോൾ ഉൾപ്പെടെ. സോ എനിക്ക് പ്ലംബർ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ അതിനെ വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ അഡ്മിഷൻ എടുത്തില്ല. ബട്ട്
പ്ലംബറിനൊക്കെ കേരള PSCയിൽ ഒരുപാട് തസ്തികകളിലേക്ക് അഡ്മിഷൻ ഇത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ട്രേഡിനെയും കുറച്ച് കാണേണ്ടതില്ല. എല്ലാ ട്രേഡിനും അതിൻ്റേതായ സാധ്യതകളുണ്ട്. ITയിലുള്ള ഓരോ ട്രേഡിലും ജോലി സാധ്യതകളുണ്ട്. ജോലി സാധ്യത ഇല്ലാത്ത ഓരോ ട്രേഡുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റിയിട്ട് തലസ്ഥാനത്ത് പുതിയ ട്രേഡുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇനി ഏതെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ദൈർഘ്യം കൂടി. സോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്